ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എപ്പോഴൊക്കെയാണ് നമ്മൾ വേർബിൻ്റെ കൂടെ ing ചേർക്കാൻ പാടില്ലാത്തതെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വേർബിൻ്റെ കൂടെ ing ചേർത്ത് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ചില പ്രത്യേകതരം വേർബുകളുടെ കൂടെ ഒരിക്കലും നമ്മൾ ing ചേർത്ത് ഉപയോഗിക്കില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എങ്കിലും നമ്മൾ പറയുന്നത് വി ലൈക്ക് ഐസ്ക്രീം എന്നാണ്. വി ആർ ലൈക്കിംഗ് ഐസ്ക്രീം എന്ന് പറയില്ല. കാരണം നമ്മൾ ഈ ഇഷ്ടം അനിഷ്ടം ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന തരം വേർബില്ലേ, ലൈക്ക്, ഹെയ്റ്റ് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വേർബ്സിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ing ചേർക്കില്ല. ഇതുപോലെയുള്ള വേറെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പറയേണ്ടത് അവൾക്ക് സഹായം ആവശ്യമാണ് എന്നാണ്. അപ്പോൾ ആവശ്യമാണ് എന്നുള്ളത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് നീഡ് എന്നാണ്. നമുക്കറിയാം അവൾക്ക് ഇപ്പോൾ സഹായം വേണമെന്ന്, പക്ഷേ ആ നീഡിൻ്റെ കൂടെ നമ്മൾ ing ചേർക്കില്ല. പിന്നെയോ നമ്മൾ എന്ത് പറയും? ഷീ നീഡ്സ് ഹെൽപ്പ്, ഷീ ഈസ് നീഡിങ് ഹെൽപ്പ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി വേറൊരു ഉദാഹരണം. ഈ വീട് അവരുടെ സ്വന്തമാണ്. അപ്പോൾ സ്വന്തമാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വേർബ് ടു ഓൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീട് ഇപ്പോൾ അവരുടെ സ്വന്തമാണെന്ന് നമുക്കറിയാം, എങ്കിലും നമ്മൾ ഓണിൻ്റെ കൂടെ ing ചേർക്കില്ല. പറയുന്നത് ഇങ്ങനെയാണ്, ദേ ഓൺ ദിസ് ഹൗസ്, ദേ ആർ ഓണിങ് എന്ന് പറയില്ല, ദേ ഓൺ ദിസ് ഹൗസ്. അതുപോലെ തന്നെയാണ് ഈ ചിന്തയുമായിട്ട്, തോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തരം വേർബ്സ്. അപ്പോൾ ടു തിങ്ക്, ടു അണ്ടർസ്റ്റാൻഡ്, ടു നോ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ing ചേർക്കില്ല. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇതാണ്, എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ട്. എന്താ പറയുക? ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഒരിക്കലും പറയില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴൊക്കെയാണ് ing ചേർത്ത് വേർബ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം, എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നും അറിയാം അല്ലേ?